നമ്മൾ മൊഡ്യൂൾ 4ന്റെ ഫസ്റ്റ് പാർട്ടിൽ ബെൻഡിങ് ഇക്വേഷൻ ഡിറൈവ് ചെയ്തു. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് സെക്ഷൻ മോഡൽസ് ഒക്കെ നമ്മൾ ഡീൽ ചെയ്തു. ഈ ഒരു സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഫസ്റ്റ് പ്രോബ്ലം വരുന്നത് ഇതാണ്. നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലം വരുന്നത് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ഓഫ് ലെങ്ത് 4 meter carries a point load of 40 kilonewton at the center. Find the cross section of the beam assuming a depth to be twice the width. The maximum bending stress in the beam is not exceeded 200 Newton per millimeter square. ഓക്കെ, അപ്പം നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറയുന്നത്? ക്രോസ് സെക്ഷൻ ഓഫ് ദ ബീം ആണ്. ക്രോസ് സെക്ഷൻ ഓഫ് ദ ബീം എന്ന് പറയുന്നത് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ബിയും ഡി യു ആണ് കണ്ടുപിടിക്കേണ്ടത്. ബിയും ഡി യു ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ബി ആൻഡ് ഡി ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ലെങ്ത് തന്നിട്ടുണ്ട്, L is equal to 4 meter തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ലോഡ് 40 kilonewton തന്നിട്ടുണ്ട്. പിന്നെ എന്താ തന്നത്? ഡെപ്ത് ടു ബി ദ ട്വൈസ് ഓഫ് വിഡ്ത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ്? പി ഡി ഈസ് ഈക്വൽ ടു 2b എന്ന് എഴുതിക്കൂടെ? ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് മാക്സിമം സ്ട്രെസ് ഇൻ ദ ബീം നോട്ട് എക്സീഡഡ് 200 Newton per millimeter square തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണത്? നമ്മുടെ സിഗ്മ മാക്സ് ആണ്. സിഗ്മ മാക്സ് ആണ് 200 Newton square എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ബീമിൽ നിന്ന് റെപ്രസെൻറ്റ് ചെയ്യണം, ഒന്ന് വരച്ചു നോക്കുകയാണ്. അപ്പോൾ എന്താണ്? എ സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ് ക്യാരിയിങ് പോയിന്റ് ഓൺ അറ്റ് ദ സെൻറ്റർ. ഇപ്പോൾ എങ്ങനെ വരയ്ക്കാൻ പറ്റും? ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്, 4 മീറ്റർ ഉണ്ട്. ഓക്കെ, 4 മീറ്റർ ആണ് എന്ത് വരുന്നത്? സ്പാൻ വരുന്നത്. ഓക്കെ, എന്താണ്? അതിൻ്റെ സെൻറ്ററിൽ ഒരു പോയിന്റ് ലോഡ്. അപ്പോൾ 2 മീറ്ററിലായിരിക്കും പോയിന്റ് ലോഡ് വരും. ഓക്കെ, ഇത് എത്രയാണ്? 40 kilonewton ആണ്. 40 kilonewton ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബീം വരുന്നത്. ഇതിൻ്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുമ്പോൾ ക്രോസ് സെക്ഷൻ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ വിഡ്ത്ത് ബി ആണെങ്കിൽ ഡെപ്ത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഡി ഈസ് ഈക്വൽ ടു 2b എന്ന് എഴുതിക്കൂടെ? നമ്മളെ ക്വസ്റ്റ്യനിൽ തന്നിട്ട്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു കേസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഇക്വേഷൻ എന്ന് പറയുന്നത്, നമുക്കറിയുന്ന ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ ബെൻഡിങ് ഇക്വേഷൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് M/I ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ വൈ ഈസ് ഈക്വൽ ടു E/R എന്നുള്ളത്. ഈ E/Rന്റെ ഒരു ടേംസ് നമുക്ക് ഈ ഒരു തന്നിട്ടില്ല, ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് അതിനെ അങ്ങ് അവോയ്ഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തുണ്ട്? M/I ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ വൈ ഉണ്ട്. അപ്പം നമുക്ക് സിഗ്മ ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, സിഗ്മ നമുക്ക് തന്നിട്ടുണ്ട്. വൈ നമുക്കറിയോ? ഇല്ല. അപ്പം വൈ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി എന്താ? എം നമുക്കറിയോ? എം നമുക്ക് കണ്ടുപിടിച്ചൂടെ? ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ സെൻട്രലായിട്ടൊരു പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാക്സിമം ബെൻഡിങ് മൊമെന്റ് എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ തേർഡ് മൊഡ്യൂളിൽ ഈ ഷിയർ ഫോഴ്സ് ഡയഗ്രം ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എം ഈസ് ഈക്വൽ ടു എന്താ വരിക? WL/4 എന്നല്ലേ വരിക? WL/4 എന്നല്ലേ? അപ്പോൾ ഇത് ഓർമ്മയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ രണ്ട് രണ്ട് സിംപ്ലി സപ്പോർട്ടിൻ്റെ റിയാക്ഷൻ അറ്റ് എയും റിയാക്ഷൻ അറ്റ് ബിയും കണ്ടുപിടിച്ചിട്ട് നമ്മൾ മാക്സിമം ബെൻഡിങ് മൊമെന്റ് എങ്ങനെയാണ് വരിക എന്ന് വെച്ചാൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എടുക്കണം. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് എം എത്രയാണ് വരിക? എം എത്ര വരിക? W എന്ന് പറയുന്നത് എത്രയാണ്? 40 kilonewton അല്ലേ? 40 × 10⁻³ വരൂലേ? ഇൻറ്റു L എത്രയാ? 4 × 10⁻³ വരൂലേ മില്ലിമീറ്ററിലാക്കാൻ വേണ്ടിയിട്ട്? ഓക്കെ, ഡിവൈഡഡ് ബൈ 4. അപ്പം നമുക്ക് എന്ത് കിട്ടും? 40 × 10⁻⁶ ന്യൂട്ടൺ മില്ലിമീറ്റർ കിട്ടൂലേ? ന്യൂട്ടൺ മില്ലിമീറ്ററിന് കിട്ടൂലേ? ഓക്കെ, അപ്പം ഇനി നമുക്ക് എന്ത് എഴുതാൻ പറ്റും? സിഗ്മ ഈക്വൽ ടു, അല്ലെങ്കിൽ എം ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു I ഡിവൈഡഡ് ബൈ വൈ എന്ന് എഴുതിക്കൂടെ? ഓക്കെ, അപ്പോൾ നമ്മുടെ I ഡിവൈഡഡ് ബൈ വൈ എന്തായിരുന്നു? നമ്മുടെ സെക്ഷൻ മോഡുലസ് അല്ലേ? Z അല്ലേ? ഓക്കെ, അപ്പോൾ എം ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു സെക്ഷൻ മോഡുലസ് എഴുതിക്കൂടെ? Z എന്ന് എഴുതിക്കൂടെ? ഓക്കെ, ഇപ്പം Z ഫോർ എ റെക്ടാങ്കുലർ സെക്ഷൻ എന്തായിരുന്നു? സെക്ഷൻ മോഡുലസ് ഓഫ് എ റെക്ടാങ്കുലർ സെക്ഷൻ നമ്മൾ എങ്ങനെയായിരുന്നു ഡിറൈവ് ചെയ്തത്? എന്തായിരുന്നു അതിന്റെ വാല്യൂസ് വരുന്നത്? ഓക്കെ, അപ്പോൾ നമുക്ക് Z ഈസ് ഈക്വൽ ടു എന്താണ്? BD² ഡിവൈഡഡ് ബൈ 6 എന്ന് എഴുതിക്കൂടെ? BD² ഡിവൈഡഡ് ബൈ 6 എന്ന് എഴുതിക്കൂടെ?
അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഐക്ക് BD³/12, വൈക്ക് എന്ത് ചെയ്യും, നമ്മുടെ സെൻട്രൽ ആക്സിൽ നിന്ന് നമ്മുടെ ടോപ്പിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വരും, D/2 നമുക്ക് കൺസിഡർ ചെയ്ത് നമുക്ക് ഏറ്റവും സിംപ്ലിഫൈ ആയിട്ട് ഇങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ വാല്യൂസ് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഞാൻ എമ്മിന് എന്ത് കൊടുക്കുകയാണ്, എമ്മിന് 40 × 10⁻⁶ കൊടുക്കുകയാണ്. എമ്മിന് 40 × 10⁻⁶ is equal to സിഗ്മ നമുക്ക് എത്രയാണ്, 200 അല്ലേ, 200 into z ഇതിന് പകരം BD²/6 കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇതിന് ഞാനൊന്ന് മാറ്റി എഴുതുകയാണ്. അപ്പം എനിക്ക് എന്ത് വരും, BD is equal to എന്ത് വരും, BD² is equal to എന്ത് വരും, 40 × 10⁻⁶ into 6 divided by 200 equal to BD. ഡീന് എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 2b² എഴുതി കൂടെ, ഇൻറ്റു 2b² എഴുതുമ്പോൾ 2b². ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ ഒന്ന് ചേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് B³ is equal to എന്ന് പറഞ്ഞാൽ കിട്ടും. B³ is equal to നമുക്ക് എന്ത് കിട്ടും, ഒരു 40 × 10⁻⁶ into 6 divided by 200 into 4 എന്ന് കിട്ടൂലേ. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് B is equal to എന്ത് എഴുതാൻ പറ്റും, B is equal to 66.94 mm എഴുതാൻ പറ്റൂലേ. ഓക്കെ, ഇനി നമുക്ക് D എന്തായിരിക്കും, ഡിന്റെ വാല്യൂ എന്തായിരിക്കും, D is equal to 2b അല്ലേ, 2 × b അല്ലേ, which is equal to നമുക്ക് ഡിന്റെ വാല്യൂ എന്ത് കിട്ടും, 133.89 mm കിട്ടൂലേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഡിന്റെ വാല്യൂ കിട്ടി. ഓക്കെ, അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം ഈ ഒരു ടൈപ്പിലുള്ള പ്രോബ്ലം നമുക്ക് ഒരിക്കലും യൂണിവേഴ്സിറ്റിക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താ വന്നിരിക്കുന്നത്, കാൻഡിലിവർ ബീം വിത്ത് സ്പാൻ 3 meter ആൻഡ് ക്രോസ് സെക്ഷൻ 200 × 300 mm. അപ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രോബ്ലത്തിൽ ക്രോസ് സെക്ഷൻ ആയിരുന്നു കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് ക്രോസ് സെക്ഷൻ തന്നിട്ടുണ്ട്. is to carry a UDL on entire span. If the tensile stress is limited to 3 MPa, what is the maximum UDL that can be applied on the beam? അപ്പോൾ നമുക്ക് UDL തന്നിട്ടുണ്ട്. UDLന്റെ ഇന്റൻസിറ്റി തന്നിട്ടില്ല. ഓക്കെ, നമുക്കൊരു കാൻഡിലിവർ ബീമാണ് ഉള്ളത്. 3 meter ആണ് സ്പാൻ വരുന്നത്. ഓക്കെ, 3 meter ആണ് അതിൻ്റെ സ്പാൻ വരുന്നത്. UDL ഓവർ എൻറ്റയർ സ്പാൻ വരുന്നുണ്ട്. അപ്പം നമ്മൾ W Nm/m അല്ലെങ്കിൽ millimeter ഒക്കെ ആക്കി നമ്മൾ കൺസിഡർ ചെയ്യണം. ഇതിൻ്റെ ക്രോസ് സെക്ഷൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ക്രോസ് സെക്ഷൻ എന്ന് പറയുമ്പോൾ 200 × 300 mm ആണ് തന്നിട്ടുള്ളത്. 200 mm × 300 mm ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, സ്ട്രെസ് തന്നിട്ടുണ്ട്. സിഗ്മ is equal to 3 MPa ആണ്. ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാൻ പറ്റും, 3 Nm/mm² എഴുതാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു കേസിൽ നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യും, M/I is equal to sigma/y. ഓക്കെ, അപ്പം M is equal to sigma into I/y എന്ന് എഴുതിക്കൂടെ. I/y എന്തായിരുന്നു, സിഗ്മ into z എന്ന് എഴുതിക്കൂടെ. സിൻസ് I/y is equal to z അല്ലേ, I/y is equal to z അല്ലേ. ഓക്കെ, സിഗ്മ into z എന്ന് എഴുതിക്കൂടെ. അപ്പം റെക്റ്റാങ്കുലർ ഷേപ്പ് വരുന്ന ഒരു സെക്ഷൻ്റെ സെക്ഷൻ മോഡുലസ് എന്തായിരുന്നു, z is equal to BD²/6 അല്ലേ, BD²/6 അല്ലേ. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, കാൻഡിലിവർ വിത്ത് എൻറ്റയർ സ്പാൻഡ് നമ്മൾ UDL ആക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളെ മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഇക്വേഷൻ എന്തായിരുന്നു, M is equal to എന്തായിരുന്നു, WL²/2 അല്ലേ വരിക, WL²/2 അല്ലേ വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻസ് ഒക്കെ നമ്മുടെ ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ എന്താണ്, എമ്മിന് പകരം WL²/2 ഈക്വൽ ടു സിഗ്മ ഇൻറ്റു സെഡിന് പകരം BD²/6 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ നിന്ന് എന്താ കണ്ടുപിടിക്കേണ്ടത്,
ഡബ്ല്യു അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഡബ്ല്യു ഈസ് ഈക്വൽ ടു സിഗ്മ വി ടി സ്ക്വയർ ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു എൽ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ, 6 ഇൻറ്റു എൽ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സിഗ്മയുടെ വാല്യൂ എത്രയാണ്? 3 ന്യൂട്ടൺ പെർ എം എം ആണ്. ഡിൻ്റെ വാല്യൂ എത്രയാണ്? ഡി 200 ആണ്. ഡി എന്ന് പറയുന്നത് 300 ആണ്. 300 സ്ക്വയർ ആണ്. ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു നമ്മുടെ എൽ എത്രയാണ്? 3 മീറ്റർ അല്ലേ. അപ്പം 3000 സ്ക്വയർ വരും. ഓക്കെ, അപ്പം ഇതിനെ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഡബ്ല്യു ഇസ് ഈക്വൽ ടു 2 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ കിട്ടും. 2 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് നമ്മുടെ യു ഡി എല്ലിൻ്റെ ഇൻറ്റൻസിറ്റി വരുന്നത്. ഓക്കെ.